വയനാട്ടിൽ ബാങ്ക് വായ്പ അടച്ചിട്ടും ആധാരം തിരികെ ലഭിച്ചില്ലെന്ന പരാതി. 50,000 രൂപ വായ്പയെടുത്ത നൂൽപ്പുഴ സ്വദേശി അയ്യപ്പൻ പലിശയടക്കം 2 ലക്ഷം രൂപയാണ് തിരിച്ചടച്ചത്. വായ്പ തീർന്നിട്ടും അടിയാധാരവും രേഖകളും ബാങ്കിൽ നിന്ന് ലഭിച്ചിട്ടില്ല. രേഖകൾ നഷ്ടപ്പെട്ടെന്നാണ് സുൽത്താൻ ബത്തേരി കലൂർ സഹകരണ ബാങ്ക് അധികൃതർ പറയുന്നത്. ഉപഭോക്തൃ കോടതിയിൽ പരാതി നൽകിയിട്ടും 3 വർഷമായി നീതി ലഭിച്ചിട്ടില്ലെന്നും അയ്യപ്പൻ പറയുന്നു. 2007 50,000 രൂപ എടുത്ത് അത് കൂട്ടി പുതുക്കി കാർഷിക ലോണായി 2 ലക്ഷം രൂപയുടെ അടുത്തായി. അങ്ങനെ ഞാൻ കാർഷിക കടാശ്വാസ കമ്മീഷനിൽ അപേക്ഷിക്കുകയും അദാലത്തിൽ പങ്കെടുത്ത് പകുതി പൈസ ഒഴിവാക്കുകയും പകുതി പൈസ 7 മാസത്തിനുള്ളിൽ തിരിച്ചടക്കണം എന്ന് പറയുകയും ചെയ്തു. അങ്ങനെ 7 മാസം കൊണ്ട് ഞാൻ അവിടുന്ന് ഇവിടുന്നൊക്കെ വായ്പ വാങ്ങി പലിശയ്ക്ക് വാങ്ങി തിരിച്ചടച്ചതിന് ശേഷം ഞാൻ എൻ്റെ ആധാരം കിട്ടണമല്ലോ എനിക്ക് 2 മാസത്തിനുള്ളിൽ തരാമെന്ന് പറഞ്ഞു. 2 മാസം ഞാൻ ക്ഷമിച്ച് 2 മാസം കഴിഞ്ഞിട്ട് ആധാരം പിന്നീട് ഞാൻ ചോദിച്ച പോലെ ആധാരം സ്ഥാനമാനം സംഭവിച്ചിട്ട് ഞങ്ങൾ പരിശോധിക്കുന്നുണ്ട്, നിങ്ങൾക്ക് അത് പരിശോധിച്ചതിന് ശേഷം തരാമെന്ന് പറഞ്ഞു. 1 വർഷം കഴിഞ്ഞിട്ടും ആധാരം കിട്ടുന്നില്ല. അങ്ങനെയാണ് ഞാൻ ഒരു വക്കീലിനെ സമീപിക്കുകയും വക്കീൽ മുഖാന്തരം കൽപ്പറ്റ കൺസ്യൂമർ കോടതിയിൽ കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. ദീപക് മോഹനാണ് ചെയ്യുന്നത്. വിശദാംശങ്ങളുമായി ദീപക്, എന്താണ് സംഭവിച്ചത്? ബാങ്ക് വായ്പ തിരിച്ചടച്ചു, എന്നിട്ടും ആധാരം തിരികെ കിട്ടാത്തത് എന്തുകൊണ്ടാണ്? വിനീത, സുൽത്താൻ ബത്തേരി കലൂർ നൂൽപ്പുഴ സ്വദേശിയായ അയ്യപ്പൻ തന്റെ സ്വന്തം ഭൂമി 2 ഏക്കർ 40 സെന്റ് ഭൂമിയുടെ രേഖകൾ, അതായത് അടിയാധാരവും ആധാരം അടക്കമുള്ള രേഖകൾ സുൽത്താൻ ബത്തേരി കലൂർ കോപ്പറേറ്റീവ് സഹകരണ ബാങ്കിൽ ഈടുവെച്ചാണ് കാർഷിക ആവശ്യവുമായി ബന്ധപ്പെട്ട 50,000 രൂപ 2007 ലോൺ എടുത്തത്. എന്നാൽ പിന്നീട് അതുമായി ബന്ധപ്പെട്ട് തുക കൂട്ടിയെടുത്തു. പലിശ അടക്കം 2 ലക്ഷം രൂപയോളമായി. അത് കഴിഞ്ഞ 2023 ആ തുക അടച്ച് ഈ അടിയാധാരവും മറ്റൊരു ആധാരത്തിന്റെ രേഖകൾ അടക്കമുള്ള കാര്യങ്ങൾ തിരിച്ചു വാങ്ങാനായി ബാങ്കിലെത്തിയത്. ആ സമയത്താണ് ബാങ്ക് അധികൃതർ പിന്നീട് നൽകാമെന്ന് അറിയിച്ചത്. എന്നാൽ 1 വർഷത്തോളം നടന്നിട്ടും ഈ ആധാരം തിരികെ ലഭിച്ചില്ല. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ബാങ്ക് അധികൃതർ ഇത്തരത്തിലൊരു മറുപടി അയ്യപ്പന് നൽകുന്നത്. ഈ ആധാരം ബാങ്കിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ട്, ബാങ്ക് ഈ ആധാരം തിരികെ കണ്ടെത്താൻ വേണ്ടിയുള്ള സമയം നൽകണമെന്നായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഈ അയ്യപ്പൻ കൺസ്യൂമർ കോടതിയിൽ പരാതി നൽകിയിട്ടുള്ളത്. കോടതിയിൽ പരാതി നൽകിയിട്ടും നീതി അകലെയാണെന്നാണ് അയ്യപ്പൻ ഇപ്പോഴും പറയുന്നത്. തന്റെ ഭൂമിയുടെ അസൽ രേഖകൾ ലഭിക്കാത്തതിനാൽ ഭൂമിയുമായി ബന്ധപ്പെട്ട ക്രയവിക്രയങ്ങൾ ചെയ്യാൻ സാധിക്കുന്നില്ല, നടത്താൻ പോലും കഴിയാതെ അദ്ദേഹം ബുദ്ധിമുട്ടുകയാണ്. ദീപക് മോഹൻ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു.